അത് എല്ലാവർക്കും ഉള്ള സംശയമാണ്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മള് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഷേവ് ചെയ്യാൻ പറ്റും, മുട്ട അടിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. അത് വളർന്നു വരും. മുഴുവൻ പഠിച്ചേ കാര്യങ്ങളെല്ലാം. ഈ ഹെയർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി മാത്രം ഒരു ചാനൽ, അത് ഭയങ്കര സംഭവം തന്നെ. നല്ല കാര്യമാണ്. നിറഞ്ഞ മുടിയോടെ കൂടി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ ചെയ്യാവുന്ന ഒരു വീഡിയോ എന്നുള്ളത് ഒരു റിസ്ക് ആയിട്ടുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റേഷനാണ്. എന്താണ് റിസ്ക്? കാരണം ഡോണർ ഏരിയ വെരി ഇമ്പോർട്ടൻറ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. കാരണം നമ്മളെ റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മളെ ഡോണറിനനുസരിച്ചിട്ടാണ്. ഡോണർ വീക്ക് ആണെങ്കിൽ വരുന്ന റിസൾട്ട് വീക്ക് ആയിരിക്കും, ഡോണർ സ്ട്രോങ് ആണെങ്കിൽ വരുന്ന റിസൾട്ട് സ്ട്രോങ് ആയിരിക്കും. ഇവിടെ ഞാൻ ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കേസ് എന്നുള്ളത് വെരി ടഫ് കേസാണ്. ഡോക്ടർക്ക് ഭയങ്കര ചലഞ്ചാണ്. കാരണം ഡോണർ ഒരു പാത്തറ്റിക് കണ്ടീഷനാണ്, അതുമല്ലാതെ ഒരു സെലിബ്രിറ്റിയാണ്. യെസ്, നിങ്ങൾ തമ്മിൽ കണ്ടു കാണും, ആക്ടർ അനീഷ് രവി. അദ്ദേഹത്തിൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആ ഒരു ഡീറ്റെയിൽസാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഡോണർ ഏരിയ ഞാൻ ഫസ്റ്റ് കാണിക്കുക. സീ ദ ഡോണർ ഏരിയ. ഇത് അദ്ദേഹം ആദ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഡോണർ ഇതിനേക്കാളും വീക്കായിരുന്നു. ആൻഡ് ഡോക്ടർ ഡോണർ ഏരിയയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു, കുറച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഡോണർ ഏരിയയ്ക്ക്. അങ്ങനെ ഡോണർ ഏരിയയിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. അതിനുശേഷം 6 മാസം കഴിഞ്ഞ ശേഷമാണ് സർജറിക്ക് വേണ്ടി പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഡോണർ ഏരിയ അത്ര സ്ട്രോങ് ഒന്നുമല്ല, വെരി 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 വീക്ക് കണ്ടീഷനാണ്. അദ്ദേഹത്തിനും അതറിയാം. അപ്പോൾ ഇവിടെ ഡോക്ടർ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഫ്രണ്ട് ഏരിയ ജസ്റ്റ് കവർ ചെയ്യാം. കവർ ചെയ്ത ശേഷം ക്രൗൺ ഏരിയയിൽ ഇപ്പോൾ അണ്ടർ മെഡിസിനാണ് 1 ഇയർ നോക്കുക. ക്രൗൺ ഏരിയയിൽ മെഡിസിനോട് എത്രത്തോളം ഹെയർ വരുന്നത് നോക്കുക. വന്നില്ല എന്നുണ്ടെങ്കിൽ ഡോണർ ബാക്കിയുണ്ടെങ്കിൽ ഒന്നുകൂടി ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ ക്രൗൺ ഏരിയയിൽ വിഗ് ഉപയോഗിക്കാം. കാരണം വെച്ചാൽ ഇദ്ദേഹം 20 വർഷമായിട്ട് പാച്ച് വിഗ് ഉപയോഗിക്കുന്ന ഒരാളാണ്. പാച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഗം ടൈപ്പ് വിഗ് ഉണ്ടല്ലോ. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ കണ്ടു കാണും. നിങ്ങൾക്ക് ഒരുപാട് സീരിയലിലും സിനിമയിലും ഒരു പാട്ടുകാരനും കൂടിയാണ്, കുറേ ഇതിൽ കണ്ടു കാണും. കാരണം നല്ല ഹെയർ തിക്നെസ്സിൽ വിഗ് ഉപയോഗിക്കുന്ന ഒരാളാണ്. 10 വർഷം 20 വർഷമാണ് വിഗ് ഉപയോഗിച്ചത്. എന്നേക്കാളും 10 വർഷം കൂടുതലാണ്. ഞാൻ 10 വർഷം വിഗ് ഉപയോഗിച്ച ഒരാളാണ്. സെയിം പാച്ച് ടൈപ്പ് വിഗ് ഉപയോഗിച്ചതാണ്. വിഗിനൊരു പ്രോബ്ലം ഞാൻ പണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ പാച്ച് ടൈപ്പ് വിഗൊക്കെ ഉപയോഗിക്കുന്നതോറും നമ്മളുടെ ഹെയറിൻ്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോണർ ഏരിയ അടക്കം തിന്നാവുകയാണ്. ബാക്കിയുള്ള ഹെയറിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, ഒരെണ്ണം ഉണ്ടാവില്ല. കാരണം എൻ്റെ കണ്ടീഷനിങ് ഉണ്ടായിരുന്നു. ഡോണർ ഏരിയ വളരെ പാത്തറ്റിക് കണ്ടീഷനാണ്. ഈ 10 വർഷം വിഗ് ഉപയോഗിച്ചിട്ടുകൊണ്ട് കംപ്ലീറ്റ് ഇല്ല ഹെയർ അടക്കം പോയതാണ്. സെയിം കണ്ടീഷനാണ് അനീഷേട്ടൻ്റെത്. എന്തായാലും അനീഷേട്ടൻ്റെ സർജറി ഡേ ഞാൻ കൊച്ചിയിൽ പോയിട്ടുണ്ട്. അദ്ദേഹം കൊച്ചിയിലാണ് സർജറി ചെയ്തത്. ഞാൻ ചെയ്ത അതേ ക്ലിനിക്കിലാണ്. ഇതൊക്കെയാണ് എക്സ്പെക്റ്റേഷൻ, എന്തൊക്കെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിനോട് സംസാരിച്ച വീഡിയോ അടുത്ത പാർട്ടിൽ വരുന്നുണ്ട്. എന്തായാലും നമ്മൾക്ക് ആ വീഡിയോ കണ്ട് തിരിച്ചു വരാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. എപ്പോഴും കാണുന്ന പോലെ ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു അതിഥിയുണ്ട്. എന്തായാലും അനീഷേട്ട, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. അനീഷേട്ടനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് കേരളത്തിൽ നല്ല മൊത്തം അറിയാം. ഒരുപാട് സിനിമയിലും സീരിയലിലും ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന കോമഡി ഇതായിട്ടാണ് അനീഷേട്ടൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ചത്? ലൈനൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ ഒരു കാരണം, എന്താണ് നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാരണം? അല്ല, ആക്ച്വലി ഞാൻ ഇത് മുൻപ് ഇങ്ങനെ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചത്. നമ്മുടെ ഈ വാർത്തകളിലും കാര്യങ്ങളിലും നമ്മുടെ ഫ്രണ്ട് സർക്കിളൊക്കെ ചെയ്യുമ്പോഴും ചെയ്യേണ്ടാന്ന രീതിയിലായിരുന്നു ഇരുന്നത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്, കൂട്ടത്തിലുള്ള എല്ലാവരും ഒക്കെ ചെയ്തപ്പോൾ അപ്പൊ ഞാൻ കരുതി പിന്നെ ഞാനും ഒന്ന് തുടങ്ങിയാലോ കരുതി. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. ഈ വിഗ് നിങ്ങൾ ഐ തിങ്ക് പാച്ച് വിഗ് ഉപയോഗിച്ചത് എത്ര വർഷം ഉപയോഗിച്ചു? ഏകദേശം എനിക്ക് ഒരു 10-20 വർഷത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നേക്കാളും 10 വർഷം കൂടുതൽ. ഞാനും 10 വർഷം വിഗ് ഉപയോഗിച്ച ആളാണ്. വിഗ് എന്ന് വെച്ചാൽ ഒട്ടിക്കുന്ന സെയിം ആണ്. അപ്പോൾ അത് പാച്ച് ഉപയോഗിക്കുന്നതോറും ഒരു പ്രശ്നം വരുന്നത് നമ്മൾ ഡോണർ ഏരിയക്കാണ്. കാരണം അതിന്റെ വേർത്ത് കഴിഞ്ഞ് വെള്ളം ഇറങ്ങി ഡാമേജ് ആയി. പിന്നെ ഇല്ല, നമ്മൾ ഈ റൂട്ടൊക്കെ നശിച്ചു പോകും. അതാണ് മെയിൻ ഒരു പ്രോബ്ലം. പിന്നെ എന്താ പറയാ, അതിനുശേഷം ആദ്യം കൺസൾട്ട് ചെയ്തപ്പോൾ ഡോണർ വീക്ക് ആയിരുന്നു. അപ്പോൾ ഡോക്ടർ അദ്ദേഹം പറഞ്ഞിരുന്നു നമുക്ക് മെഡിസിൻ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 4-5 മാസം മെഡിസിൻ എടുത്തു. മെഡിസിനിൽ ഒരു അത്യാവശ്യം ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അതായത് അനീഷേട്ടന്റെ ഡോണർ അത്ര സ്ട്രോങ് അല്ല, അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഡോക്ടർ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ, ഒന്ന് ഫ്രണ്ട് ഏരിയ അത് ഇത്ര ഏരിയ ചെയ്യുക, മാക്സിമം ഡെൻസിറ്റിയിൽ ചെയ്യുക. ബാക്കി ഏരിയ മെഡിസിൻ ട്രൈ ചെയ്യുക. വളർന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി വിഗിലോട്ട് ആ ഒരു ഏരിയ മാത്രം അത് നോക്കാം. നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്. എനിക്ക് തോന്നുന്നത് വിഗ് വെക്കാതെ ഫുൾ ഹെയർ ആയിട്ട് കാണാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. സാജൻ സൂര്യനൊക്കെ നേരിട്ട് ഹെയർ റിസൾട്ട് കണ്ടു കാണാം. പ്രമോദ് മണി ഐ തിങ്ക് 7 ഗ്രേഡ് തന്നെയാണ്. നിങ്ങൾ സെയിം അവസ്ഥ. പ്രമോദാണ് ആദ്യം എന്നോട് സംസാരിക്കുന്നത്. പ്രമോദാണ് ഇങ്ങോട്ട് വിടുന്ന ആദ്യം. ഓക്കെ.
ജീവന്റെ റിസൾട്ട് നേരിട്ട് കണ്ടു. ആക്ച്വലി ഞാനും ജീവനോട് ഒരു ആഡ് ചെയ്യുന്ന സമയത്താണ് ജീവൻ പറഞ്ഞത് എന്നോട്, സർക്കാരിന്റെ ഒരു ഇലക്ഷൻ സമയത്ത് ഒരു ആഡ് ഉണ്ടായിരുന്നു. അപ്പൊ ജീവനാ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇങ്ങനെ ശരിയെങ്കിൽ നേരെ പ്രമോദനെ വിളിച്ചു, അങ്ങനെ നേരെ വഞ്ചു, അങ്ങനെ കണക്ട് ചെയ്ത് വന്നു അല്ലേ? ലേറ്റസ്റ്റ് ബിജു സോപാനത്തിന്റെ വീഡിയോ കണ്ടു. അതെ, നമ്മുടെ ഇതിൽ സഫാരിയിൽ കണ്ടിരുന്നു. അപ്പൊ അത് ഭയങ്കര റിസൾട്ട് ഒക്കെ ഹെവിയാണ് അത്, കാരണം ഡോണർ നല്ല ഡോണറാണ്. തീർച്ചയായിട്ടും അതിനുശേഷമുള്ള ഒരു ഫോളോ അപ്പും സത്യൻ വളരെ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും ടെൻഷനാണ്. അനീഷേട്ടന്റെ കേസ് ഡോക്ടർക്ക് ഒരു ചാലഞ്ച് തന്നെയാണ്. കാരണം വെച്ചാൽ എൻ്റെ കേസ് സത്യം പറഞ്ഞാൽ എൻ്റെ കേസ് ഡോക്ടർ എടുത്ത ചാലഞ്ചാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു ഐ എം ടേക്കിംഗ് എ ചാലഞ്ച്. 2019 ഒക്ടോബർ 3 ഡോക്ടറിൻ്റെ സർജറി ചെയ്തത്. കാരണം 5 എൻ്റെ ബർത്ത്ഡേ ആണ്, 2 ദിവസം മുന്നെയാണ് എൻ്റെ സർജറി കഴിഞ്ഞത്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഐ ടേക്കിംഗ് എ ചാലഞ്ച്. ആ ചലഞ്ചാണ് എൻ്റെ തല നിൽക്കുന്ന ഹെയർ. നിങ്ങൾ സെയിം അവസ്ഥയാണ്. ബട്ട് ഡോണർ ഏരിയ ഒരു ഗ്രാഫ്റ്റിൽ 5-6 മുടി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ട്രിം ചെയ്ത പേഷ്യൻ നോക്കാം, അടുത്ത പേഷ്യൻ ഡോക്ടർ പറയും എങ്ങനെയാണ് ഡോണർ ഏരിയ കിട്ടുന്നത് വെച്ച് നമുക്ക് ചെയ്യാം. നമ്മള് ഈ പറഞ്ഞ പോലെ ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലും. ശരിയാണ്. ഒരു ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ട്രിം ചെയ്യുക, ഷേവ് ചെയ്യുക, എന്ത് വേണം ചെയ്യാം. ഒറ്റ ആ ഒരു പാച്ച് വിഗ് ഉപയോഗിക്കണമെന്ന് ഇതില്ല. അത് എല്ലാവർക്കും ഉള്ള സംശയമാണ്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മള് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഷേവ് ചെയ്യാൻ പറ്റും, മുട്ട അടിക്കാൻ പറ്റും, ഇതൊന്നും എന്ത് വേണം ചെയ്യാം. ഇപ്പൊ നമ്മളെ ബിജു സോപാൻ അദ്ദേഹം 2 പ്രാവശ്യം ട്രിം ചെയ്ത് കംപ്ലീറ്റ്. ഇപ്പൊ 7 month ആകുമ്പോൾ ഫുൾ റിസൾട്ടാണ്. നിങ്ങൾ ട്രിം ചെയ്താലും ഷേവ് ചെയ്താൽ ഇത് കറക്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന റൂട്ടാണ്, മുടിയല്ല. റൂട്ട് സ്കിന്നിന്റെ ഉള്ളിൽ സെക്കൻഡ് ലെയറിലാണ് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വളർന്നു വരും. മുഴുവൻ പഠിച്ചില്ലേ കാര്യങ്ങളെല്ലാം. കാരണം ഒരു ഐ തിങ്ക് ഒരു ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 5 വർഷം ആകുമ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് 2 വർഷം മുമ്പേ ചെയ്യാൻ തുടങ്ങിയതാണ്. അല്ല, ഈ ഹെയർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി മാത്രം ഒരു ചാനൽ, അത് ഭയങ്കര സംഭവം തന്നെ. സീരിയസ്ലി അത് നല്ല കാര്യം. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ ഇത്തരം ചിന്തകൾ വരുമായിട്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് ചിലപ്പോൾ കൺസൾട്ട് ചെയ്യാനൊക്കെ ഒരു ചെറിയ ശമ്പളം ഉണ്ടെങ്കിലും ചാനലിൽ കയറി നോക്കാൻ എല്ലാവർക്കും താല്പര്യം കാണുമല്ലോ. അപ്പോൾ എന്നെ വിളിക്കുന്ന എവിടെ US ലൈക്ക് ടർക്കിയിലൊക്കെ സർജറി ചെയ്താൽ എന്നെ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം ഒന്ന് ബേസിക്, ഞാൻ മെഡിക്കൽ ഫീൽഡാണ്, മെഡിസിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്, മെഡിക്കൽ റെപ്പായിട്ട് 15 വർഷം വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ മരുന്നിൻ്റെ മോഡ് ഓഫ് ആക്ഷനൊക്കെ ഞാൻ ഡോക്ടർ അല്ല എന്നുള്ളൂ, ബട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ മെഡിക്കലി അറിയാം. അതുപോലെ ഈ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുമ്പോൾ ഓരോ ഫോട്ടോസ് കണ്ടിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും, ഞാൻ ഫോട്ടോ കണ്ടാൽ തന്നെ എത്ര ഗ്രാഫ്റ്റ് വേണം, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഇത് ആ ഒരു ലെവലിലോട്ട് അതുപോലെ എക്സ്പീരിയൻസ് കൊണ്ട് വന്നത് സപ്പോർട്ടാണ്. തീർച്ചയായും. എന്തായാലും അനീഷേട്ടൻ്റെ റിസൾട്ട് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്യാം. ഈ റിസൾട്ട് വന്ന ശേഷം ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി ചാനലിൽ അദ്ദേഹത്തിന് ഞാൻ കൊണ്ടുവരും. അതിന് ഐ തിങ്ക് അതിൻ്റെ വീട് തന്നെ പോയി നമുക്കൊരു വീഡിയോ എടുക്കാം. ഒരു തീർച്ചയായും ഫുൾ ഹെയറോട് കൂടി അടുത്ത ഓണം വിത്ത് ഹെയർ. അതാണ് നമ്മുടെ അടുത്ത ഓണം നിറഞ്ഞ മുടിയോടെ കൂടി. എന്താ അനുസരിച്ച് താങ്ക് യു വെരി മച്ച്. സർജറി കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, യെസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. നിങ്ങൾ വീഡിയോ കണ്ടു. അറൗണ്ട് 3000 ഗ്രാഫ്റ്റാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. തലയുടെ ബാക്ക് സൈഡിൽ നിന്ന് ആൻഡ് ബിയേഡ് കൂടി എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. വലിയ ഹൈ ഡെൻസിറ്റി ഒന്നുമല്ല, മീഡിയം ഡെൻസിറ്റി കിട്ടും. കാരണം ഒന്ന് ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റി വെരി വെരി പുവറാണ്. ആഫ്റ്റർ ദ ട്രാൻസ്പ്ലാന്റ് ഡോക്ടർ പറഞ്ഞ ഇത്രയും അദ്ദേഹം അറ്റൻഡ് ചെയ്തതിൽ വെച്ച് വൺ ഓഫ് ദ ടഫസ്റ്റ് കേസ് എന്നാണ്. കാരണം റൂട്ട് എടുക്കാൻ വരുന്നില്ല, അത്രയും തിന്നാണ്, അത്രയും ചെറുതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വലിയ ഹൈ ഡെൻസിറ്റി ഒന്നും റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബട്ട് ഐ എം എക്സ്പെക്ടിങ് റിസൾട്ട് ആഫ്റ്റർ 1 year. അനീഷേട്ടൻ്റെ റിസൾട്ടുമായി ഇതേ ചാനലിൽ നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, ഹെയർ ട്രാൻസ്പ്ലാന്റ് സംബന്ധിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ബന്ധപ്പെടാം. വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക. സമയം കിട്ടുമ്പോൾ തീർച്ചയായും റിപ്ലൈ കിട്ടുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ബൈ.